അർഹതപ്പെട്ട ശിക്ഷ എല്ലാവർക്കും കൊടുത്തിരിക്കണം. അത് ഗൾഫിലെ ശിക്ഷ വരുന്നതാണ് ഏറ്റവും ഉത്തമം. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഗൾഫിലെ ശിക്ഷ കിട്ടിയാൽ പിന്നെ ആരും ഒന്നും ചെയ്യൂല. ഷഹബാസ്, മിഹിർ, ഈ അടുത്തായിട്ട് എത്ര ജീവനുകൾ നമ്മുടെ നാട്ടിൽ പൊലിഞ്ഞു. 2 ദിവസം മുമ്പ് 9ൽ പഠിക്കുന്ന പയ്യൻ അവന്റെ സ്വന്തം പെങ്ങളെ, ആലോചിച്ചോണം, സ്വന്തം പെങ്ങളെ ലഹരിയുടെ പുറത്ത് കാണിച്ചു കൂട്ടിയ കാട്ടായം. ഇത്രയും ക്രൂരതകൾ ഇവിടെ നടക്കുന്നുണ്ട്. കുറ്റവാളികൾക്ക് എന്ത് ശിക്ഷയാണ് ഇവിടെ കിട്ടുന്നത്? നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന പേടിയില്ലാത്ത തന്തയ്ക്ക് പറഞ്ഞവര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് മാത്രമായിട്ട് ഞാനൊരു കാര്യം പറയുക. താഴെ കമന്റ് ബോക്സിൽ ഒരു മെയിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടന്റ് ഞാൻ ടൈപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തന്തയ്ക്ക് പറഞ്ഞവരുണ്ടെങ്കിൽ അവിടെ പോയി അത് കോപ്പി ചെയ്ത് നിങ്ങളുടെ മെയിലിൽ പോയി പേസ്റ്റ് ചെയ്യുക. ആ ഒരു കോണ്ടന്റിന്റെ അടിയിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ സെക്രട്ടറിയുടെ മെയിൽ ഐ ഡി, അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്ററിന്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി രണ്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആ കോണ്ടന്റ് അവർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ അയക്കുന്നുണ്ട്. കൂടിപ്പോയാൽ എന്നെ പിടിച്ചങ്ങ് തൂക്കിക്കൊല്ലും, അത്രയല്ലേ ഉള്ളൂ. പോകാം, ചത്തുപോട്ടെ. എന്തിനാണ് ഇവിടെ ഇങ്ങനെ? എനിക്ക് സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഞാൻ പുറത്തായിരുന്നു. എന്നെ നേരത്തെ തൊട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഈ നാട്ടിൽ വന്നപ്പോ തൊട്ട് കാണുന്നത് മൊത്തവും ക്രൂവൽ. ആ 2 ദിവസം മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കണം. എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോഴും അതിന്റെ ഒരു ഞെട്ടല് മാറിയിട്ടില്ല. 9ൽ പഠിക്കുന്നവനൊക്കെയാ ഓരോന്ന് വലിച്ചു കയറ്റിയിട്ട് സ്വന്തം പെങ്ങളെയൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് ഇനി മിണ്ടാതിരിക്കാൻ വയ്യ. എനിക്കറിയാം, എനിക്ക് പല കോണ്ടന്റുകൾ ചെയ്താൽ എനിക്ക് കാശ് കിട്ടും. അറ്റ്ലാസ്റ്റ് ഞാനത് നോക്കിയാൽ മതി, ഞാൻ അതേ നോക്കുന്നുള്ളൂ. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഇതൊക്കെ കണ്ടിട്ട് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാറ്റവും വരുന്നില്ലല്ലോ എന്ന് കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെയില് അയക്കുന്നത്. ഇതിനുവേണ്ടി എൻ്റെ ഒരു സുഹൃത്തും എന്നെ സഹായിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ കൂടെ പിടിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാം. ഞാൻ ഈ വന്നിരുന്ന് കൊണ പറഞ്ഞ് കുറെ കാശുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇത് കേട്ട് വീട്ടിലിരുന്ന് നിങ്ങൾ കുറെ കമന്റ് ഇട്ടുകൊണ്ടോ എന്തെങ്കിലും, ഇല്ലെങ്കിൽ നിങ്ങൾ സഹതിപ്പിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ ഈ കമന്റ് വഴി അറിയിക്കുന്നതുകൊണ്ടോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ഇവിടെ ഒരു മാറ്റവും ഇല്ല. എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഇവിടുത്തെ പോലീസുകാരോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ വിചാരിച്ചാൽ നടക്കത്തില്ല. മേലാളന്മാർ അവരറിയണം, അവർക്ക് തോന്നണം, ജനരോക്ഷം അത് അവിടെ എത്തണം. നമ്മളെ കൊണ്ട് അത് അറിയിക്കാൻ പറ്റുന്നത് റോട്ടിലോട്ട് ഇറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്ത് എത്ര ദിവസം അത് കാണും? എത്ര ദിവസം? അതിലും നല്ലത് പറ്റുന്നവർ എല്ലാവരും നമ്മുടെ പ്രൈം മിനിസ്റ്ററിനും മുഖ്യമന്ത്രിയും ജനങ്ങളുടെ രോക്ഷം എഴുത്തിലൂടെ, അതായത് മെയിലിലൂടെ അവിടെ എത്തണം. ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് മെസ്സേജസ് അല്ലെങ്കിൽ മെയിൽസ് അവിടെ ചെല്ലണം. അവർക്ക് തോന്നണം ഇവിടുത്തെ നിയമത്തിൽ ആരൊക്കെയാണോ ഒഫീഷ്യൽസ്, ഇതിനകത്തൊക്കെ ഈ ചേഞ്ചസ് ഒക്കെ വരുത്താൻ ആർക്കൊക്കെയാണോ പറ്റുന്നത് അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി എന്തെങ്കിലും ഒരു മാറ്റം. ഇവിടുത്തെ നാട്ടിലെ നാറികൾ പേടിക്കണം. ഈ ക്രിമിനൽ മൈൻഡ് ഉള്ളവന്മാര് ചെയ്താൽ പണി കിട്ടുമെന്ന്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം ചൈനയിൽ എവിടെയോ ഒരുത്തൻ തെറ്റ് ചെയ്തിട്ട് അവന്റെ കുണ്ടി അടിച്ച് പൊട്ടിക്കും അവന്റെ. അവനൊക്കെ ഇനിയും തെറ്റ് ചെയ്യുമോ? എവിടെങ്കിലും പോയി ഇരിക്കുമ്പം ആ വേദന അറിയുമ്പം ഇനിയും തെറ്റ് ചെയ്യരുതെന്നുള്ളൊരു സാധനം അവന്റെ മനസ്സിൽ വരും. നമ്മുടെ നാട്ടില് ഇല്ല, പേടിയില്ല. പേടി വേണം, ആവശ്യത്തിന് പേടി വേണം ഇവിടുത്തെ നിയമത്തിൽ. എങ്കിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരുള്ളൂ. ഇനി ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കാണും ഒരു ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് ഈ ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായവർ എക്സാം എഴുതുന്നു, അവരെ ഉള്ള ജുവനൽ ഹോമിന്റെ ഫ്രണ്ടിൽ നടന്ന പ്രതിഷേധം, അവിടെ നിന്ന് ഒരു ടീച്ചർ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ആ ടീച്ചർ ഇന്നലെ ഈ ഷഹബാസിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയതിനു ശേഷം ഈ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കാണണം. ആ ജുവനൈൽ ഹോമിൻ്റെ മുന്നേ നിന്ന് പ്രതികരിച്ചതിനെക്കാട്ടി കഷ്ടമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ അനുഭവം. ആ ഉമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. 3 മക്കളുണ്ട്. ഒരു കുട്ടി മുലയൂട്ടുന്ന അമ്മയാണത്. 3 കുഞ്ഞുങ്ങളും പറക്കം വിട്ടിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഈ കുടുംബത്തിന് ഒരു നീതി കിട്ടണം. ഈ കുട്ടികളെ ഇങ്ങനെ ജുവനൈൽ ഹോമിൽ വെച്ച് പരീക്ഷ എഴുതിപ്പിക്കുന്നത് ശരിയല്ല.
അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് കൊടുത്തിട്ടൊന്നും ഇത് ശരിയാകാൻ പോകുന്നില്ല. ശരിയായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഈ കുട്ടികൾക്ക് കിട്ടിയിരിക്കണം. ഈ വീട്ടിലെ ദുഃഖം വന്ന് കണ്ടറിഞ്ഞാലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് വേണമെന്ന് എന്തുവാണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ എന്തായാലും ജയിലിൽ വിടേണ്ട കുട്ടികളെയാണ് ജുവനൈൽ ഹോമിൽ ഇട്ട് തീറ്റിപ്പോറ്റുന്നത്, പരീക്ഷ എഴുതിപ്പിക്കുന്നത്. പണ്ട് കോപ്പി അടിച്ചാൽ കൂടെ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ എഴുതിക്കുമായിരുന്നു പരീക്ഷ. പണ്ടല്ല, ഇപ്പോഴും അങ്ങനെയാണ് ആ നിയമം. പക്ഷെങ്കിൽ ഇപ്പോൾ അതല്ലല്ലോ നടന്നിരിക്കുന്നത്. കുട്ടിയെ ഒരു കൊലയാളികളെ പിറ്റേ ദിവസം തന്നെ പരീക്ഷ എഴുതിക്കുക. ഇതൊക്കെ എവിടുത്തെ നിയമമാണെന്നേ? ഇതൊക്കെ ഇവിടുത്തെ നിയമമാണ് ടീച്ചർ. ഇവിടെ ഇങ്ങനെയാണ് എല്ലാം. പോട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 10ലെ പരീക്ഷയുടെ സ്റ്റാർട്ടിങ് ദിവസം ആ ജുവനൈൽ ഹോമിന്റെ ആ പിള്ളേർ എഴുതുന്ന പരീക്ഷ ആ ജുവനൈൽ ഹോമിലിരുന്ന് എഴുതുന്നത്, അതിന്റെ ഫ്രണ്ടിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി ആദ്യത്തെ ദിവസം. ഇനി അതുപോലെ പ്രതിഷേധം ഉണ്ടാവുമോ? ഞാൻ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളോട്, ഇവിടുത്തെ ജനങ്ങളോട്, അവിടെ പ്രതിഷേധിച്ച ഒരുത്തനോടും അല്ല ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ഈ വീഡിയോ കാണുന്ന ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി അതുപോലെ അവിടെ പ്രതിഷേധം നടക്കുമോ? അല്ലെങ്കിൽ ഈ പ്രതിഷേധിച്ചുകൊണ്ട് ആ പിള്ളേരുടെ പരീക്ഷ അവരിനി എഴുതണ്ട എന്നിവിടെ പറയുമോ? ഇല്ല. അവരീ പരീക്ഷ മൊത്തം എഴുതി തീർക്കും. അവരെ കുറച്ച് ഒരു 2 വർഷം കൂടി പോയി ആ ജുവനൈൽ ഹോമിലിടും. അത് കഴിഞ്ഞ് അവന്മാർ പുറത്തിറങ്ങി അവന്മാർ സുഖമായിട്ട് അവന്മാർ നടക്കും. ഇല്ലേ? അത്രേ ഉള്ളൂ. ഇവിടുത്തെ നിയമമാണ് മാറേണ്ടത്. ഇവിടുത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഇവിടുത്തെ പോലീസുകാർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കോ ഇതിനകത്ത് എന്ത് ചെയ്യാനാ? ഇവിടുത്തെ പോലീസുകാർക്ക് ഒന്ന് കഴിഞ്ഞ ദിവസം കുറെ പോലീസുകാരെയൊക്കെ തെറി പറയുന്നത് കേട്ടു. അവരെ എന്തിനാ തെറി പറയുന്നത്? അവരെന്തിനാ? അതുങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. ഇവിടുത്തെ നിയമത്തിൽ മാറ്റം വരണം. ഇവിടുത്തെ നിയമത്തിൽ മാറ്റം വന്നേ പറ്റുള്ളൂ ഇനി. ഇല്ലെങ്കിൽ, കാരണം പണ്ടത്തെ നിയമം ഇപ്പം ഇവിടെ നടപടി ആവത്തില്ല. ആളുകളുടെ മെന്റാലിറ്റി മാറി. ഇവിടെ ക്രിമിനൽസ് ആണ് എനിക്ക് തോന്നി കേരളത്തിൽ ഏറ്റവും കൂടുതൽ. ഇല്ലേ? നോർത്തിലൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് ക്രിമിനൽസ് ആണ് ഏറ്റവും കൂടുതൽ. ഈ ക്രിമിനൽസിനെയൊക്കെ മാറ്റണമെങ്കിൽ, ആ ഒരു ക്രിമിനൽ മെന്റാലിറ്റി മാറ്റണമെങ്കിൽ ഇവന്മാർക്കൊക്കെ പേടി വരണം. ഇവന്മാർക്ക് പേടി വരണമെങ്കിൽ ഇവിടുത്തെ നിയമം കുറച്ചും കൂടെ മുറുകണം. ഈ ഹെൽമെറ്റ് വെക്കാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് പെറ്റി അടിക്കുന്നതും അല്ലെങ്കിൽ AI ക്യാമറ സ്ഥാപിക്കും, ഇതുകൊണ്ട് മാത്രമൊന്നും ഇവിടെ ഒരു മാറ്റം വരത്തില്ല. ഒരു മാറ്റവും വരത്തില്ല. എത്ര AI ക്യാമറ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്? അത്രേ ഉള്ളൂ. ഇവിടുത്തെ നിയമം സ്ട്രോങ് ആക്കണം. അതിന് എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിച്ച് മടുത്തു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊരു സാധനം, ഒരു റെവല്യൂഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ ചെയ്യുന്നു. പറ്റുന്നവര് അതൊന്ന് ഫോളോ ചെയ്യുക, അയക്കുക. ഒരു ബൾക്ക്, ഒരു എമൗണ്ട് ഓഫ് ഒരു വൈൽഡ് ഒരു പരിധിയിൽ കൂടുതലുള്ള മെസ്സേജ് ചെല്ലുമ്പോൾ ഒന്ന് നോക്കുമായിരിക്കും. അതുപോലെ തന്നെ ആ മെയില് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ തന്നെ കൊടുത്തേക്കാം കമന്റ് ബോക്സിൽ. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ചെയ്യുക. ഞാൻ എന്തായാലും ചെയ്യും. എനിക്ക് എൻ്റെ ഒരു സമാധാനം. എനിക്കിങ്ങനെ ഇരുന്ന് ഈ കൂവിക്കൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ കമന്റ് ഇട്ടുകൊണ്ട് മാത്രം എനിക്ക് വയ്യ. നിങ്ങൾക്ക് ഇത് തന്നെ, നിങ്ങൾ കുറെ ആയില്ല ഇത് തന്നെ ചെയ്യുന്നു. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സങ്കടപ്പെടുക, അതിന്റെ പേരിൽ കമന്റ് ഇടുക, അത് മാത്രമായിട്ട് ഒതുങ്ങാതെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യും. ആ ടീച്ചർ പറയുന്ന ബാക്കി നമുക്ക് കേൾക്കാം. നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കണം, എന്നാലേ നാട് നന്നാകാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കൊലവിളി നടന്നുകൊണ്ടേയിരിക്കും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണം. ഇനി മേലിൽ ഒരു അമ്മ ഇങ്ങനെ കരയരുത്. കേരളം ഒട്ടുക്ക് എത്രയോ അമ്മമാരിങ്ങനെ കരയുന്നുണ്ട്. ഇനി ഇതിനിടയാക്കാതിരിക്കണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്തണം. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കുറയ്ക്കണം. രക്ഷിതാക്കളെ ശിക്ഷിക്കാൻ അവർക്ക് അവകാശം ഉണ്ടാകണം. രക്ഷിതാക്കൾക്ക് ബാലനിയമത്തിൽ വ്യതിയാനം വരണം. അങ്ങനെ എല്ലാ നിയമത്തിലും മാറ്റം വന്നെങ്കിൽ കേരളം ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്താലും ആർക്കും ഒരു ഭയവുമില്ല, ശിക്ഷ കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും എന്തും ചെയ്യും. അതിനൊരു മാറ്റം വരണം. അതുകൊണ്ട് നിയമത്തിൽ ഭേദഗതി വരുത്തി ശരിയായിട്ടുള്ള ശിക്ഷ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കണം. ഇതിനകത്ത് രാഷ്ട്രീയക്കാരുടെ സഹായം ഉണ്ടാകാൻ പാടില്ല. ആരെയും ഈ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയക്കാരും സഹായിക്കാൻ പാടില്ല. ഇവിടെ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ സഹായിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ നിയമത്തിൽ അവരെ ഒന്നും ചെയ്യില്ല. ഇവിടെ ആരും സഹായിക്കാൻ പോകണ്ട. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ടീച്ചർ പറയുന്ന കണക്ക് നിയമത്തിൽ മാറ്റം വേണമെന്നും എനിക്ക് ആ ടീച്ചറിന് പറയാം, എനിക്ക് പറയാം, നിങ്ങൾക്കും പറയാം കമന്റ് ബോക്സിൽ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവിടെ ഒരു മാറ്റവും വരത്തില്ല. ഇത് അധികാരപ്പെട്ട അവരറിയണമെങ്കിൽ ആകെ നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു ഓപ്ഷൻ റോട്ടിലോട്ട് ഇറങ്ങുന്നതല്ല. റോട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നടക്കുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം എത്ര പേര് വരും റോട്ടിലോട്ട് ഇറങ്ങാൻ? എനിക്ക് പോലും ചിലപ്പോൾ ഇറങ്ങാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ 1-2 ദിവസം അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. എനിക്കും നിങ്ങൾക്കും ഒക്കെ ജീവിതമുണ്ട്, നമുക്ക് ജീവിക്കണം. അതായത് എല്ലാ ദിവസത്തെ അന്നത്തിന് വേണ്ടി നമ്മൾ ഓടണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം,
ഞാൻ നേരത്തെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് കത്ത് എഴുതി അയക്കായിരുന്നു. ഒരു പരിധിയിൽ കൂടുതൽ ഈ കത്തെല്ലാം കൂടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരൊന്ന് പൊട്ടിച്ച് നോക്കും. ഇപ്പം കാലഘട്ടം മാറി, ടെക്നോളജി വളർന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഞാൻ നോക്കിയായിരുന്നു, നമുക്ക് ഓരോ പോർട്ടൽസ് ഒക്കെ ഉണ്ട്, നമുക്ക് ആ പോർട്ടൽ വഴി അറിയിക്കാം. പക്ഷെ ഈ പോർട്ടൽ വഴി കഴിഞ്ഞിട്ട് ഏത് പൊട്ട നോക്കാനാ അതൊക്കെ? ഒരുത്തരും നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനി ചെയ്യുന്നത് തെറ്റാണോ എന്ന് പോലും അറിയില്ല. എനിക്കിനി വേറെ ഓപ്ഷൻ എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക ഇൻ ദ സെൻസ് നിങ്ങൾക്കും അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കോണ്ടന്റ് അതേ കണക്ക് കമന്റ് ബോക്സിൽ ഇടുന്നത്. നിങ്ങളും എടുത്ത് അയക്കുക. ബാക്കി ടീച്ചർ പറയുന്ന കേൾക്കാം. ജാതി മതവും നോക്കാതെ പിന്നെ രാഷ്ട്രീയക്കാർ ഇതിന് ഇറങ്ങി തിരിച്ച് ഗവൺമെൻറ് ആണെങ്കിലും കൊള്ളാം, കോടതി ആണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം, ഇതിന് വേണമെന്ന് പ്രതിവിധി ചെയ്താൽ ഇവരെ നീതി കൊടുക്കണം. എല്ലാവർക്കും കൊല നടന്നിടത്തൊക്കെ നീതി കിട്ടണം. കൊല നടന്ന എത്രയോ വീടുകളുണ്ട്, അവിടെ ഒക്കെ നീതി കിട്ടണം. അത് അഡൽട്സിനാണെങ്കിലും കൊള്ളാം, ചെറിയ കുട്ടികൾക്കാണെങ്കിലും കൊള്ളാം, എല്ലാവർക്കും നീതി കിട്ടണം. അതിന് ഇവിടുത്തെ മദ്യവും മയക്കുമരുന്നും സിഗരറ്റ് ഇതൊക്കെ നിരോധിച്ചിട്ട് ഗവൺമെൻറ് ഈ ഭാഗ്യക്കുറി കൊണ്ടും മദ്യം കൊണ്ടും ശമ്പളവും പെൻഷനും കൊടുക്കാതെ ശരിയായ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ജീവിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കണം. ടീച്ചർ ഈ പറഞ്ഞൊരു കാര്യത്തോട് മാത്രം എനിക്ക് വിയോജിപ്പൊന്നുമല്ല. ടീച്ചർ പറഞ്ഞ പോലെ ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം, ഏറ്റവും നല്ല കാര്യം, മദ്യവും സിഗരറ്റും പണ്ടാറും എല്ലാം പോട്ടെ വിടുന്നത്, അങ്ങനെ ഞാനും പറയുള്ളൂ. പക്ഷെ ഒരിക്കലും അത് സംഭവിക്കില്ല, അതിവിടെ സംഭവിക്കില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, ചിലപ്പോൾ എല്ലാവർക്കും ഇത് ദഹിക്കണമെന്നില്ല. ഞാൻ വല്ലപ്പോഴും കഴിക്കുന്ന ഒരാളാണ്. എനിക്കിതുവരായിട്ടും ഞാനൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ പോലും പുറത്ത് അമ്മയുണ്ട്, എന്നാലും ഞാൻ പറയുക, ഇപ്പൊ പോലും കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൽ ചെല്ലാൻ പേടിയാണ്. 10-30 വയസ്സായി, ഇപ്പോഴും എനിക്ക് പേടിയാ. ആ ഒരു പേടി എൻ്റെ ഉള്ളില് ഞാൻ ചാവുന്നോളം വരെയും കാണും. ഞാൻ പോകത്തില്ല. ഞാൻ ഒരിക്കൽ പോലും കള്ളു കുടിച്ചിട്ട് എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൽ ചെല്ലാറില്ല. ഞാൻ അമ്മയൊക്കെ കിടന്ന് ഉറങ്ങിയതിന് ശേഷം മെല്ലെ ഒച്ച ഉണ്ടാക്കാതെ വീട്ടിൽ വന്ന് കയറി കിടന്ന് ഉറങ്ങും. എനിക്ക് ഇതുവരായിട്ടും ഇത് കഴിച്ചിട്ട് പോയി ഒച്ച ഉണ്ടാക്കണമെന്നോ ബഹളം ഉണ്ടാക്കണമെന്നോ ഒരുത്തൻ്റെ തലയ്ക്ക് അടിച്ചു പൊട്ടിക്കണമെന്നോ മറ്റുള്ളവരുടെ ദേഹത്ത് കയറണമെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചിട്ട് ഡെയിലി കഴിക്കുന്ന ഒരാളൊന്നും അല്ല. മാസത്തിൽ 1-2 തവണ, അതും ചില മാസങ്ങളിൽ കാണാറില്ല. അത് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് വരുമ്പോഴോ ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുമ്പോഴോ, ഒറ്റയ്ക്കൊന്നും അല്ല. അതൊന്നും നമുക്ക് പറ്റില്ല. ഞാനൊന്നും അങ്ങനെ പഠിച്ചിട്ടുമില്ല. ഒറ്റയ്ക്ക് മേടിച്ച് രാവിലെ തൊട്ടിരുന്ന് എന്ന് വെച്ചിട്ട് കള്ള്, ഞാൻ എൻ്റെ അഭിപ്രായം കേട്ടോ പറയുന്നത്, എനിക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇത് ഇത്ര വലിയ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കള്ളു കുടിച്ചിട്ട് ഓരോരുത്തന്മാർ തലയടിച്ച് പൊളിച്ചു. കഴിഞ്ഞ ദിവസം അഫാന്റെ കേസ്, അവൻ കള്ളു കുടിച്ചിട്ട്, എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറ്റുമെന്ന്, എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഓരോരുത്തരുടെ മെന്റാലിറ്റി ആയിരിക്കും. ഞാനൊക്കെ നോർമലായിട്ടുള്ള ഒരു യൂഷ്വൽ സൈക്കോയാണ്. ചിലപ്പോൾ മറ്റേതൊക്കെ വേറെ വലിയ വലിയ സാധനങ്ങളായിരിക്കും. എനിക്ക് ഇതുവരെയായിട്ട് ഞാനത് ഓരോ കേസുകൾ ഇങ്ങനെ കാണുമ്പോൾ ആലോചിക്കുന്നത്, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റുമോ? നമുക്കൊക്കെ ഇപ്പോഴും പേടിയാണോ? ഇപ്പോഴത്തെ ഈ 2K എന്ന് പറയുന്ന നടക്കുന്നവന്മാർക്കും ചിലപ്പോൾ ആ ഒരു പേടിയൊന്നും കാണത്തില്ല. അടിച്ചും പിറ്റായി ബോധം ഇല്ലാതൊക്കെ വീട്ടുകാരുടെ ഫ്രണ്ടിലൊന്നും ചെല്ലാൻ അവന്മാർക്കൊന്നും ഒരു പേടി കാണത്തില്ല. പക്ഷെ നമുക്കൊക്കെ ഇപ്പോഴും ഉണ്ട് ഒരു പേടി. നമ്മളൊന്നും ചെല്ലത്തില്ല, അതും മിണ്ടത്തില്ല. അഥവാ ഇനി നേരത്തെ വന്ന് വീട്ടിൽ കയറി, എപ്പോഴും കഴിച്ചിട്ട് നേരത്തെ വന്ന് വീട്ടിൽ കയറിയാണെങ്കിൽ മിണ്ടത്തില്ല. മിണ്ടാതെ വന്ന് റൂമിൽ കയറി കിടന്ന് ഉറങ്ങും. മനസ്സിലായില്ലേ? അതും കഴിച്ചപ്പോൾ എനിക്ക് ഇതുവരെയായിട്ടും ഇങ്ങനെയുള്ള ഒരു, അതിന്റെ പുറത്ത് ചിലപ്പോൾ ഇങ്ങനെ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്ന് തോണ്ടിക്കഴിഞ്ഞാൽ കൊടുക്കും. പക്ഷെ അത് കഴിച്ചതിന്റെ പുറത്താണെങ്കിൽ ഒന്നുമില്ല, മിണ്ടാതെ അങ്ങ് പോകും. എന്തിനാ വെറുതെ എന്നെ സംബന്ധിച്ച് അത് കഴിക്കുന്നത് മിണ്ടാതെ മര്യാദയ്ക്ക് കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വല്ലോന്റെയും തലയടിച്ച് പൊളിക്കാനും വല്ലോന്റെ നെഞ്ചത്തും കയറാനല്ല, അല്ലെങ്കിൽ മറ്റേ ഇരുട്ട് വാക്കിൽ വേറെ ആരെയും കയറി പിടിക്കാനോ അതിനൊന്നും അല്ല. അതിനൊക്കെ ചെയ്യുന്നവന്മാർക്ക് നല്ല ശിക്ഷ ഇവിടെ കിട്ടണം. ഇത് ചെയ്യുന്നവന്മാര് മാത്രമാണ്, അല്ലെങ്കിൽ കുടിക്കുന്നവന്മാര് മാത്രമാണ് ഇവിടെ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറയത്തില്ല. പച്ചയ്ക്ക് നടക്കുന്ന മാന്യമായ ടൈയും കോട്ട് വിട്ട് നടക്കുന്നവന്മാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളന്മാര്, അല്ലേ? നിങ്ങൾ പറ. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും യോജിക്കാനും പറ്റില്ല. ഞാൻ പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇത്രേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയും കൂടെ ടീച്ചർ പറഞ്ഞ് നമുക്ക് കേൾക്കാം. അതാ വേണമെന്നേ. ഈ ഭാഗ്യക്കുറി കൊണ്ട് എത്ര പേരാണ് നോക്കിയിരുന്നേ ആത്മഹത്യ ചെയ്യുന്നത്? ഈ മദ്യം ഉപയോഗിച്ച് എത്ര നാളുണ്ട്? ഞാൻ ആ ചിന്നമ്മ ടീച്ചറിൻ്റെ കൂടെ ഒക്കെ നടന്നതാ. മദ്യം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ആര് നിരോധിച്ചു? ഇതല്ലേ നമ്മുടെ വരുമാനം, വേറെ ഒന്നും വരുമാനം ഇല്ലല്ലോ. പിന്നെ കൊല നടക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെൻറ്റാണ് കുറ്റവാളി. ഒന്നാമത്തെ പ്രതി ഗവൺമെൻറ്റാണ്, പിന്നെ ആകത്തുള്ളൂ കൊലയാളികൾ. അതിനൊരു മാറ്റം വരണം. നിയമത്തിൽ ശരിക്ക് ഭേദഗതി വരുത്ത്. അർഹതപ്പെട്ട ശിക്ഷ എല്ലാവർക്കും കൊടുത്തിരിക്കണം. അത് ഗൾഫിലെ ശിക്ഷ വരുന്നതാണ് ഏറ്റവും ഉത്തമം.
ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഗൾഫിലെ ശിക്ഷ കിട്ടിയാൽ പിന്നെ ആരും ഒന്നും ചെയ്യൂല. ഇത് എല്ലാവരും ജാമ്യത്തിൽ വിടുകയല്ലേ, പിന്നെ എങ്ങനെയാന്നേ പേടിക്കുന്നേ? ആർക്കും ഒരു ഭയവുമില്ല, എന്തും ചെയ്യാം. അതുകൊണ്ട് അത് നിർത്തലാക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഈ നാട് നന്നാകണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി നല്ല ശിക്ഷ എല്ലാവർക്കും കൊടുത്തിരിക്കണേ. ആരെയും ജാമ്യത്തിലും വിടാൻ പാടില്ല. ഒരാളെയും ജാമ്യത്തിൽ വിടരുത്. തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുത്തൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവനെ ജാമ്യത്തിൽ വിടരുത്. അവന് മാക്സിമം ശിക്ഷ കിട്ടണം. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഒരു ടീച്ചർ പറയുന്നതാണ്. ഈ ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ല, നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു ടീച്ചറാണ് ഇത് പറയുന്നത്. വിദ്യാഭ്യാസമില്ലാത്തതല്ലേ, അറിവില്ലാത്ത ഒരാളല്ലേ പറയുന്നത്, നല്ല അറിവുള്ള ഒരാളാണ് പറയുന്നത്. ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അവരാണ് പറയുന്നത്. അവർ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ 151% ഞാൻ ആ ടീച്ചറിനോട് യോജിക്കുന്നുണ്ട്. ഇല്ലേ? നിങ്ങളും യോജിക്കും. മനുഷ്യത്വമുള്ള ഒരാൾക്കും അല്ലെങ്കിൽ ഇച്ചിരി വിവരം മൂലമുള്ള ഒരാൾക്കും അവർ പറഞ്ഞതിനെ എതിർക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു പരിധിയിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അകത്തു പോകും. അതാണ് ഇന്നത്തെ കാലം, അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ ഇവിടുത്തെ നിയമം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റ് ചെയ്തവന്മാർ പൊതുസമൂഹം, അവന്മാരുടെ ചാറ്റുകൾ വരെ വെളി വന്നിട്ടുണ്ടായിരുന്നു. കൊന്നാലും ഞങ്ങൾക്കൊന്നും പറ്റത്തില്ലടാ, ഇങ്ങനെ പറയാനുള്ള അഹങ്കാരം അവർക്ക് എവിടുന്ന് കിട്ടി? ഇവിടുത്തെ നിയമം പോരാ, ഇവിടുത്തെ നിയമം ഒന്നും ചെയ്യില്ല എന്ന് അവർക്കറിയാം. സത്യം പറഞ്ഞാൽ പിള്ളേർ ഇവിടുത്തെ നിയമത്തെ പുച്ഛിക്കുകയല്ലേ, പട്ടിപ്പുച്ഛം കാർക്കിച്ച് തുപ്പുമല്ലേ. എന്നിട്ട് ഇവിടുത്തെ നിയമത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഒരു മെയിൽ ഞാനിങ്ങനെ ചെറുതായിട്ട് ക്രിയേറ്റ് വെച്ചിട്ട്. നമുക്ക് ഒരുപാട് കഥകളൊന്നും പറയാൻ പറ്റില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാധനം ഉള്ളവർ മാത്രം ചെയ്യുക. അല്ലാതെ ഈ കമന്റ് ബോക്സിലും ഇങ്ങനെ ഇരുന്ന് എന്നെ പോലുള്ളവർ പറയുന്നത് കേട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ ടീച്ചറാണെങ്കിൽ പോലും പറയുന്നുണ്ട്. ആ ടീച്ചറൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ്, നിങ്ങൾക്ക് എന്നെക്കാട്ടിലും കൂടുതൽ അറിവുള്ളവരാണ്, എന്തെങ്കിലും ചെയ്യുക. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. കൂടെ പിടിക്കാൻ പറ്റുന്നവർ കൂടെ പിടിക്കുക. എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ക്രൂരതകൾ ഇവിടെ നടക്കരുത്. കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഞാൻ ഉള്ള കാര്യം നിങ്ങളോട് ഓപ്പണായിട്ട് പറയുക. നമുക്ക് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യുമ്പം നമുക്ക് ഗുണമുണ്ടോ? പക്ഷെ എന്നാലും ഒരു പരിധി കൂടുതൽ സങ്കടം വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക്. ഞാൻ നേരത്തെ ആ ഗുണം എന്ന് പറഞ്ഞ സാധനം വേറൊന്നുമല്ല. നമുക്കിപ്പം ഇവിടെ എന്തൊരു കണ്ടന്റ് വന്നാലും നിങ്ങൾക്കറിയാം, നിങ്ങളോട് എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. എന്തൊരു കണ്ടന്റ് വന്നാലും അത് വിട്ടിരുന്ന് സംസാരിക്കുക, അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്കത് നിങ്ങൾ കാണുമ്പോൾ പൈസ കിട്ടും. അത്ര വളരെ കുറച്ചേ ഉള്ളൂ, അല്ലാതെ വലിയ കൂടുതലൊന്നുമില്ല. ഞാനൊക്കെ ചെറിയൊരു യൂട്യൂബറാണ് എന്ന് വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തെ സപ്പോർട്ട് ചെയ്യാനോ ഇത് നടക്കണമെന്ന് പറയാനോ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഇരുന്ന് ഇത് പറയുന്നത്. ഇനി ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട. അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടിട്ട് അത് നിങ്ങളെ അറിയിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. സഹിക്കാൻ പറ്റുന്നില്ല ഒരു പരിധി കൂടുതൽ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ല, എനിക്ക് ഷഹബാസിന്റെ മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ പറയാൻ പറ്റത്തില്ല. ഒരു പയ്യൻ 9 പഠിക്കുന്ന പയ്യനൊക്കെ എന്താണ് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ മെന്റാലിറ്റി? ഇവനൊക്കെ തല്ല് കിട്ടാതെ വളർന്നോണ്ടല്ലേ, അടിച്ച് പൊട്ടിക്കണ്ട ഇവനെയൊക്കെ. എനിക്കറിയില്ല ഞാൻ ഈ പറയുന്നത് തെറ്റാണോ എന്ന്. എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല. സ്വന്തം അച്ഛനും അമ്മയും മക്കളെ തല്ലുന്നത് തെറ്റാണോ? അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാര് തെറ്റ് കണ്ടാൽ തല്ലുന്നത് തെറ്റാണോ? അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാനും ഒക്കെ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന പലരും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇവന്മാരൊക്കെ നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറുന്നത്. പല വൃത്തികേടുകൾ, സ്വന്തം അമ്മയും പെങ്ങളും വേറെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വേണം. ഇതിനൊക്കെ ഒരു മാറ്റം വന്നേ പറ്റുള്ളൂ. എന്നെക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. നിങ്ങൾക്കും പറ്റുന്നത് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക.